കള്ളിക്കാട് സെന്റ് അന്നാസ് എൽ പി സ്കൂളിൽ ശാസ്ത്രമേളയും ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സെൽവരാജ് എസ് സ്വാഗതം ആശംസിച്ചു. ഏവർക്കും അറിയാം, നമ്മുടെ മുമ്പിലായിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ വലിയ പ്രതിഭാശാലികളാണ്. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലും കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ധാരാളം പ്രതിഭാശാലികളെ കുറിച്ച് നമുക്ക് അറിവുള്ളതാണ്. അതിലൊരു പ്രതിഭാശാലിയെ കുറിച്ചാണ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ പ്രകാശിച്ച് നിൽക്കുന്ന ഈ ബൾബ് കണ്ടുപിടിച്ച ആള് ആരെന്നറിയാമോ? ബൾബ് കണ്ടുപിടിച്ചത് ആരെന്നറിയാമോ? മിടുക്കൻ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അമേരിക്കക്കാരനാണ് ഈ നമ്മുടെ ഇവിടെ കത്തി നിൽക്കുന്ന ഈ ബൾബ് കണ്ടുപിടിച്ചത്. ഈ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയുമ്പോൾ 1000-ൽ പരം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വ്യക്തിയാണ്. എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയേ? എത്രയാണ്? അവിടെ 4ാം ക്ലാസ് വരെ കിട്ടുന്നില്ല. എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തി? 1092 കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് ഉണ്ട് അദ്ദേഹത്തിന്. പേറ്റന്റ് എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത്, അതിന്റെ പരീക്ഷണത്തിനായിരിക്കുന്ന സമയത്ത് 1000-ഓളം പ്രാവശ്യം പരാജയപ്പെട്ടു. എത്ര പ്രാവശ്യമാണ്? അദ്ദേഹത്തിന്റെ പുസ്തകമായി 1000-ഓളം പ്രാവശ്യം പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ച് ഇന്ന് നമുക്ക് വെളിച്ചമായി മാറുന്ന തരത്തിൽ ബൾബ് എന്ന് പറയുന്ന അതിന്റെ ഒരു കുറവുമില്ലാതെ ആ ഒരു ഉപകരണത്തെ, ഇലക്ട്രോണിക് ഉപകരണത്തെ കണ്ടുപിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒത്തിരിയേറെ സന്തോഷം നൽകുവാനായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തില് ശാസ്ത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ശാസ്ത്രമേള നമ്മുടെ സ്കൂളിൽ നമ്മൾ ഇന്നേ ദിവസം ആഘോഷിക്കുകയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളൊക്കെ നടത്തിയിട്ട് ഇന്ന് അവയൊക്കെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പ്രചോദനമാകുന്ന തരത്തില് അതിവിടെ ഇന്നേ ദിവസം നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുക. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുക, സ്വപ്നം ഒരു ദിവസം യാഥാർത്ഥ്യമായിട്ട് മാറും. സ്കൂൾ ലീഡർ മാസ്റ്റർ രാംദത്ത് ആർജി അധ്യക്ഷത വഹിക്കുകയും സ്കൂൾ മാനേജർ ഫാദർ ബിനു വർഗീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീമതി ദിവ്യ മോഹൻ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി നീതു മോൾ, ഡെപ്യൂട്ടി ലീഡർ മാസ്റ്റർ അഭിനവ് എന്നിവർ ആശംസകൾ നേർന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ ഒരുക്കിയ ശാസ്ത്ര പ്രദർശനങ്ങൾ, പ്രവർത്തന മാതൃകകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ചാർട്ടുകൾ, നവീന ആശയങ്ങളുടെ അവതരണങ്ങൾ, തത്സമയ മത്സരങ്ങൾ എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളായി. കുട്ടികൾ സ്വന്തം കഴിവും സൃഷ്ടിപരമായ ചിന്തയും പ്രകടിപ്പിച്ച വിവിധ ശാസ്ത്ര മാതൃകകൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മേളയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രചിന്ത, അന്വേഷണ മനോഭാവം, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവ വളർത്താൻ ഇത്തരത്തിലുള്ള ശാസ്ത്രമേളകൾ ഏറെ പ്രയോജനകരമാണെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ സമാധാനത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും സംഘടിപ്പിച്ചു. ഹായ്, ഞാൻ ദിവ്യ മോഹൻ, കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. ഹായ്, ഞാൻ നീതു, ഞാൻ ഇവിടെ MBTയിലെ മെമ്പറാണ്. ഇന്ന് കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിലെ ശാസ്ത്രമേളയും നാഗസാക്കി ഹിരോഷിമ ദിനവും ആഘോഷിക്കുകയാണ്. രാവിലെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയ ഐറ്റംസ് കാണുവാനായിട്ട് കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. സെന്റ് അന്നാസ് LP സ്കൂളിലെ ഒരു പാരന്റ് ആണ്. ഒപ്പം ഞാൻ GLPS ആര്യനാട് സ്കൂളിലെ അധ്യാപികയുമാണ്. എൻ്റെ മകൻ ഇവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെന്റ് അന്നാസ് LP സ്കൂളിലെ ശാസ്ത്രമേളയാണ് ഈ വർഷത്തെ ശാസ്ത്രമേള. LKG തലം മുതൽ
4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഏറ്റവും എളുപ്പമാക്കുന്നതും ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നുമാണ്. ഈ ശാസ്ത്രമേള എല്ലാവർക്കും അറിവിൻ്റെയും സർഗാത്മകതയുടെയും വേദിയാവട്ടെ. ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടെ കഴിവുകൾ ഇത്തവണ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ട് മത്സരങ്ങളായാലും പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ചാർട്ട് അവതരണങ്ങൾ, മറ്റ് സ്റ്റിൽ മോഡലുകൾ, എല്ലാ പ്രവർത്തനങ്ങളിലും കുഞ്ഞുങ്ങൾ പങ്കാളികളാകുന്നു. ഈ ശാസ്ത്രമേള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വിജയകരമായി തീരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പേരെന്താ? ആർദ്ര സന്തോഷ്. ഇതൊക്കെ എന്താണ്? ഇത് ഫേസ്, ഇത് ന്യൂട്ടർ ഫേസ്, ഇത് ലൈറ്റിന്റെ ഫേസ്, ഇത് വെല്ലിന്റെ ഫേസ്, ഇവിടെ ന്യൂട്ടർ വഴി, ഇവിടെ ഫേസ് വഴി, ഇവിടെ എർത്ത് വരും. സ്കൂൾ ലീഡറാണ്. അപ്പൊ നമുക്ക് രാംദത്തിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്താണ് രാംദത്ത് ഇത്? ഓക്സിജൻ ഇല്ലാത്തോണ്ട് തീ അണയണത്. ഓക്സിജൻ ഇല്ലാത്തോണ്ട് തീ അണയുന്നത്. ഓക്സിജൻ ഇല്ലാത്തപ്പോ തീ അണയുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. എന്താണ് കാണിക്കാൻ പോകുന്നത്? ഇതിന്റെ ബാക്കിൽ ഈ പേനയുടെ മഷി തേക്കുമ്പോൾ ഒരു ബോട്ട് പോലെ കാണാം. പേരെന്തോന്നാണ് മോന്റെ? എന്താ കാണിക്കാൻ പോകുന്നത്? പരീക്ഷണമാണോ? തിരിയും ഉയരുന്ന കളയണോ? ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ വരുന്നേന്ന് അറിയാവോ? കുറഞ്ഞ മർദ്ദം ഉള്ള സ്ഥലത്തേക്ക് ഉയർന്ന മർദ്ദമുള്ള വായു തള്ളുമ്പോ വെള്ളം മുകളിലേക്ക് ഉയർന്നു. സെന്റനാസ് LP സ്കൂളിലെ UKG സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1ാം ക്ലാസ്സിലാണ്. ഇനി 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് കാണാം.